എന്തായാലും ഈ റെയ്ഡിന് പിന്നാലെ ഇപ്പോൾ ഒരു നടപടി കൂടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വീണ ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചിരിക്കുകയാണ്. HDFC ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. വീണയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ഇഡി നേരത്തെ റെയ്ഡിനിടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഡിയ, CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട്, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം നിലനിൽക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇഡി അന്വേഷണം തുടരുന്നതും അതിന്റെ ഭാഗമായുള്ള ഇഡി റെയ്ഡുകളും. ഇതിപ്പോൾ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഏത് അക്കൗണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ടാണോ? അത് മരവിപ്പിക്കാനുള്ള വിശദീകരണം ഇഡി നൽകുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് വ്യാപകമായിട്ടുള്ള റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം, ഈ എക്സാലോജിക്കൽ CMRLന്റെ ഓഫീസുകളിലടക്കം വലിയ രീതിയിലുള്ള റെയ്ഡാണ് ഇന്ന് നടത്തുന്നത്. വിവിധ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ ആദ്യ നടപടി എന്നോണമാണ് ഇപ്പോൾ വീണ ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. HDFC ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എത്ര പണമുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ HDFC ബാങ്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു റെയ്ഡിനെ തുടർന്ന് ബാങ്ക് ഇടപാടുകളുടെ അല്ലെങ്കിൽ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഇഡി പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ആദ്യ നടപടി എന്നോണം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്, HDFC ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഇഡി റെയ്ഡിന്റെ ഭാഗമായി വ്യാപക പ്രതിഷേധങ്ങൾ വിവിധ ഇടങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടു. ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇഡിയുടെ ആദ്യ നടപടി വരുന്നു. ഇതിൽ വിശദമായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകളിലും കാര്യങ്ങളുമൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളുമൊക്കെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായി ആദ്യ നടപടി ഇഡിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. വീണ ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത. ശരി, ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.